ചില സമയം അങ്ങനെ കേട്ടോ, നമ്മൾ എത്ര ശ്രദ്ധിച്ച് കേക്ക് ഉണ്ടാക്കിയാലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും കേട്ടോ. 3 മുട്ട യോഗവും വൈറ്റും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നേരത്തെ മാറ്റി വെച്ച യോഗിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനേ മുട്ട ഫ്രിഡ്ജിൽ വെച്ചതാണ്, കണ്ടൻസ് മിൽക്ക് ഫ്രിഡ്ജിൽ വെച്ചതാണ്, ബട്ടറും ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി യോഗി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ബീറ്റായി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. വൈറ്റ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് യോഗിലേക്ക് മൈദ തരിച്ചത് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അത് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് വൈറ്റ് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ. പിന്നെ നമുക്ക് വൈറ്റിലേക്ക് യോഗ മൊത്തത്തിലിട്ടിട്ട് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ തന്നെ ബാറ്റർ മൊത്തത്തിൽ താന്നു പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. സംഭവം എല്ലാം തണുപ്പുള്ളതിനെ കൊണ്ടിരിക്കും അങ്ങനെ സംഭവിച്ചതില്ലേ. അങ്ങനെ ഞാൻ പാനിലേക്ക് ഒഴിച്ച് 20 മിനിറ്റ് ബേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ബേക്കായിട്ട് പൊങ്ങിയിട്ടില്ല എന്നുള്ളൂ, നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ.